നമ്മളൊക്കെ ഒരുപാട് പരീക്ഷകൾ എഴുതിയവരാണ് അല്ലേ? അതിൽ പലരൊക്കെയും വിജയിച്ചിട്ടുമുണ്ടാകും. മനഃപ്പാടമാക്കിയും ചിന്തിച്ചെഴുതിയും കോപ്പിയടിച്ചും വിജയം നേടിയെടുത്തവരാണ് നമ്മളൊക്കെയും. അങ്ങനെയെങ്കിൽ ജീവിതമെന്ന പരീക്ഷയിൽ എത്ര പേരാണ് വിജയിച്ചിട്ടുള്ളത്? ചിലപ്പോൾ ജീവിതമെന്ന പരീക്ഷയിൽ തോറ്റുപോയവരാണ് നമ്മളിൽ പലരും. 1000 കിനാബുകൾ കൊണ്ട് നടന്നിട്ട് അതൊന്നും സഫലമാക്കാൻ കഴിയാതെ സ്വയം പരാജയം ഏറ്റുവാങ്ങിയവരാണ് നമ്മളിൽ പലരും. എൻ്റെ ശബ്ദം ശ്രവിക്കുന്നതിൽ എത്ര പേർക്കാണ് നല്ല ലക്ഷ്യങ്ങളുള്ളത്? ആ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്? സ്വയം അവനവനോട് ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണിത്. എനിക്ക് വലിയ സ്വപ്നങ്ങളുണ്ട് എന്ന് പറയുന്നതിലല്ല, ആ സ്വപ്നങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെടുക്കുന്ന എഫേർട്ട്. വിശ്രമമില്ലാതെ പരിശ്രമിക്കാൻ തയ്യാറാകണം. സാഹചര്യങ്ങളും സൗകര്യങ്ങളും എത്രയൊക്കെ പ്രതികൂലമായാലും ലക്ഷ്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്താൽ ഒരു നാൾ നിങ്ങൾക്കും നിങ്ങളുടെ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. എന്നാൽ പരിശ്രമിക്കാതെ മറ്റുള്ളവരുടെ ജീവിതത്തെ പകർത്തിയെടുക്കുവാൻ നോക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. മറ്റുള്ളവരുടെ ജീവിതം കോപ്പിയടിച്ചാൽ ഒരിക്കലും നമുക്ക് വിജയിക്കുവാൻ വേണ്ടി സാധിക്കുകയില്ല. മറ്റുള്ളവർ ജീവിക്കും പോലെ ജീവിക്കാൻ ശ്രമിക്കാതെ നിങ്ങൾ നിങ്ങളായി തന്നെ തുടരുക. നിങ്ങളിലെ നിങ്ങളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരുവാനുള്ള വെള്ളവും വളവും നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ കണ്ടെത്താൻ കഴിയും. നിങ്ങൾ അതിനെ കണ്ടെത്തി പരിപോഷിപ്പിക്കുക. നല്ല ലക്ഷ്യവും കുറച്ച് ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയും വിജയിക്കുവാനായി സാധിക്കും. ഗർജിക്കുന്ന സിംഹത്തെ പോലെയാകണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? സിംഹം ഒരു ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്താൽ സിംഹത്തിന്റെ കണ്ണിൽ അതുമാത്രമാവും. നമുക്ക് മുന്നിൽ വരുന്ന എത്ര വലിയ പടുകൂറ്റൻ പ്രശ്നങ്ങളായാലും മുന്നോട്ട് പോകാൻ ആ പ്രശ്നങ്ങളൊന്നും നമുക്കൊരു തടസ്സമാകാൻ പാടില്ല. നിങ്ങൾക്കറിയാമോ സിംഹം കാട്ടിലെ രാജാവായത് എങ്ങനെയാണെന്ന്? നമുക്കറിയാം, കാട്ടിലെ ഏറ്റവും വലിയ മൃഗം സിംഹമല്ല, അത് ആനയാണ്. ഏറ്റവും ഉയരമുള്ള മൃഗം സിംഹമല്ല, അത് ജിറാഫാണ്. ഏറ്റവും വേഗതയേറിയ മൃഗവും സിംഹമല്ല, അത് ചീറ്റപ്പുലിയാണ്. അങ്ങനെ ഏറ്റവും ശക്തനായ മൃഗമോ ഏറ്റവും ബുദ്ധിമാനായ മൃഗമോ സിംഹമാകുന്നില്ല. എങ്കിലും കാട്ടിലെ രാജാവ് സിംഹമാണ്. എന്തുകൊണ്ടെന്നാൽ ആറ്റിറ്റ്യൂഡ് അഥവാ മനോഭാവം. അടിപതറാത്ത ആത്മവിശ്വാസത്തോടെ തൻ്റെ ലക്ഷ്യത്തിലേക്ക് മാത്രം ഉന്നം പിടിക്കുന്ന ധീരമായ മനോഭാവം. എത്ര വലിയ കൊലകൊമ്പൻ്റെയും മുന്നിലും തലയുയർത്തി പിടിച്ചു നിൽക്കുന്ന ആ മനോഭാവം. ജീവിതത്തിൽ വിജയിക്കുവാൻ ശക്തിയും വേഗതയും ഒന്നുമല്ല വേണ്ടതെന്ന് സിംഹം നമ്മെ പഠിപ്പിക്കുന്നു. സിംഹത്തെക്കാളും 5 ഇരട്ടി വലിപ്പമുള്ള ആനയെപ്പോലും കിടുകിടാ വിറപ്പിക്കുന്ന മനോഭാവം. താനൊരു ഇരയെ ലക്ഷ്യമിട്ടാൽ പിന്നെ അതുമാത്രമാണ് തൻ്റെ കണ്ണിൽ. എത്ര വലിയ കൊലകൊമ്പൻ വന്നാലും തിരിഞ്ഞോടാൻ സിംഹം ഒരിക്കലും തയ്യാറാകില്ല. ഓട്ടത്തിനിടയിൽ മാൻപേടകൾ കൂട്ടത്തിനിടയിൽ തട്ടി വീണേക്കാം, പക്ഷേ സിംഹം അതിനെ തിരിഞ്ഞു പോലും നോക്കുകയില്ല. തൻ്റെ മുന്നിലുള്ള ആ ഇരയെ മാത്രം ലക്ഷ്യമിട്ട് സിംഹം ഉന്നം പിടിക്കും. എത്ര വലിയ ധീരനെയും ഭീരുവാക്കി മാറ്റുന്ന ആറ്റിറ്റ്യൂഡ്. അവൻ്റെ മനസ്സിൽ അവൻ മാത്രമാണ് ശക്തൻ. ദാറ്റ് ഈസ് ആറ്റിറ്റ്യൂഡ്. മുന്നിലുള്ളവൻ്റെ ഉയരമോ ശക്തിയോ സിംഹത്തിന് ഒരു പ്രശ്നമേ ആകുന്നില്ല. താൻ തന്നെയാണ് ശക്തൻ എന്ന ഉറച്ച ആത്മവിശ്വാസമാണ് സിംഹത്തിനെ കാട്ടിലെ രാജാവാക്കിയത്. ഇതുപോലെ നമ്മൾ നമ്മളെ തന്നെ വില കുറച്ച് കാണരുത്. സിംഹത്തെ പോലെയാകണം നമ്മൾ. സിംഹത്തിൻ്റെ മനോഭാവമുള്ളവരാകണം നമ്മൾ. ഒരു ലക്ഷ്യമിട്ടാൽ മറ്റൊന്നും തന്നെ നമ്മുടെ കണ്ണുകളിൽ പതിയാൻ പാടില്ല. വിജയിക്കാൻ നിങ്ങൾക്ക് സാഹചര്യം നന്നാകണമെന്നില്ല. നിങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടായാൽ മാത്രം മതിയാകും. എത്ര വലിയ പ്രശ്നമുണ്ടായാലും നിങ്ങളുടെ ആത്മവിശ്വാസത്തെ മാത്രം കൂട്ടുപിടിച്ച് മുന്നോട്ട് പോവുക. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.